ഇന്നലെ ഞാൻ നല്ല തൂങ്ങി, ഒന്നും അറിഞ്ഞില്ല. നീ തൂങ്ങിയോ? നിജമാ സൊന്ന തൂങ്ങല. എന്തേ, നിനക്ക് സുഖമില്ലേ? ആരാത്? ആരാ കിടക്കുന്നേ? അയ്യോ, ഇത് നമ്മുടെ ഹരികൃഷ്ണനല്ലേ മോനെ. നമ്മുടെ ശാന്തി മുഹൂർത്തം ആകെ കലങ്ങിപ്പോയില്ലേ? ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ, നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ഏത് കുട്ടിച്ചാത്തനാണ് നിന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനാരാണ്ട് കൈവേഷം കൊടുത്തേ. അയ്യോ, എന്താ കാര്യം? എന്ത് പറ്റിയടാ? എന്താ അവനെ പശു തൊഴിച്ചോ? വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത്? ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്തോ ദോഷകാലോ. നീ എവിടെയാടാ രാത്രി കിടന്നത്? മുറിയില്. ഉറങ്ങി എണ്ണീറ്റതോ? ദാ ഇവിടെ. അതെന്താ, ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ? കഴിഞ്ഞ ജന്മം ഇന്നലെ പോത്തോ മറ്റോ ആയിരുന്നിരിക്കും, അതാ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങുന്നത്. ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം. അമ്മേ ഇങ്ങൊന്നേ. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേക്കുന്നത്? എങ്ങനെ ഇതിനുള്ളിൽ കയറുക? ഇതെന്താ ഇത്? ഓ, അച്ഛാ, പാന്റ് പാന്റ്. അമ്മാവാ, പാന്റ് പാന്റ്. എന്താടാ, വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്ക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണ് അച്ഛാ, പിന്നെ ഇട്ട് പരിചയമില്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവാ. ആരെ കാണിക്കാനാണെങ്കിലും ശരി, ആര് വേഷം കിട്ടിയാലും ശരി, ഹരികൃഷ്ണന്റെ കാര്യത്തിലുള്ള തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. എന്താടി കാര്യം? ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത്? നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി. അതെ, നിങ്ങൾ എല്ലാരും ചേർന്ന അങ്ങനെ ചെയ്തത്. ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നിയത്രേ? രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മയെ പറ്റിക്കാൻ എളുപ്പ, ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ. ഞാൻ മധുരയ്ക്കൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും. പിന്നെ 2 or 4 കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ. ഈ രാക്ഷസന്മാരെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്. ഒന്നും തോന്നരുത്. ഇല്ല. നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരുവിധം മനസ്സിലാവുന്നില്ലേ? ഇന്നലെ എന്താ വരാഞ്ഞത്? ഞാൻ കഥവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കകൾ. കൂർക്കകളോ? ഉങ്ക അച്ഛനും അച്ഛനും വന്നോ? ഇതെന്താ വളയൽ? അച്ഛൻ എന്താ? ഇല്ലല്ലേ, നേത്ത് രാത്രി ജയകൃഷ്ണനും തന്നതാ. ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അധികം ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്. അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാട്. ചാടും. ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്. മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞോ എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി. ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് പിഴച്ചു. മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കള. അയ്യോ എന്റെ കാല്. ഇയാളെ കല്യാണം കഴിച്ചാ ഈ കുളം എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 2 ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ്, ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. ഇനിയൊരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണ് നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45. 45 ആയുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ.
അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറുമാക്ക് പറയരുതേ. വെറും വാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. കെട്ടിയില്ലേ അപ്പോഴും കാണാം. കാണാം. 1 2 3 4 5 7 8 9 സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണമൊന്ന് മാറും. അയ്യാ. കഴിവറ പോലെ കണ്ട തേവിടിശികൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞ് കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്നോരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ചമ്പി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ. ഇത്രയിലൂടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച, അവര് തമ്മിൽ സ്നേഹത്തില. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ്. ആഹാ, അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക. വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ. അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്. എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ഇറങ്ങി വാടാ, ഇറങ്ങി വാ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ. എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാട്ടിക്കരുത്. 3 പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ? അരിച്ചില്ല. അരിച്ചില്ല അല്ല, അറിയില്ല. അരി ഇല്ല. ആ, നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാ ഞാൻ യശോദയുടെ കാര്യം ഒന്ന് എടുത്തിട്ട് അതാകെ തരിപ്പണമായി. എവിടെ പണം വരും? ഓ, പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത്, തരിപ്പണത്തിന്റെ കാര്യം. തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ച് അതാ. എന്നെ കൊണ്ടിടുവാങ്ങളാ? നിന്നെ കൊല്ലാനോ? നല്ല കാര്യായി. മன்னிச்சிடுங்க. മന്നിച്ച കാല് വരെ പോവോ? രാജാവിൻ പാർവൈ റാണിൻ പക്കം തേടുതി സ്വർഗം കൈ ഓടുതി വെക്കം പൊന്മാലൈ മയക്കം. പവിഴം ഇങ്ക വന്നതുക്കപ്പുറം ഊருக்கு പോകവേ ഇല്ലേ? പോകണമെന്ന് ആശയില്ലേ? പവിഴത്തിന് ഈ വീട് പിടിച്ചോ? ഈ ഞാനെപ്പിടി എന്നെ പിടിച്ചാച്ചോ? ചൊല്ല്. நீங்க ரொம்ப நல்லவரு. ஏன் இன்னும் கல்யாணம் കഴിക്കില്ല? എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവൂ. എടുത്ത് താലോലിക്കാൻ. വിവരദോഷം പറയരുത്. ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല. അതിനിത്തിരി ചങ്കൂറ്റം വേണം. ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ എവിടുന്നാ പൊട്ടി വീണത്? പൊട്ടി വീണൊന്നുമല്ല, മുളച്ചതാ. ചൂടാവാതറാ, അവളൊന്ന് പൊയ്ക്കോട്ടെ. അതെ, ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ഈ ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ? അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സിൽ ബുക്ക്ഡ് എന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ചങ്കുറ്റം കാണിച്ച് അത് മായച്ചേക്കരുത്. എനിക്ക് സഹിക്കില്ല. നീ ഒന്നും പറയണ്ട. അവള് നല്ലൊരു തമിഴ് കുട്ടിയാ. അവളൊന്നും നീ മുറിക്കകത്തേക്ക് കയറേ വേണ്ടു. ആകെ ഒരു പ്രകാശ. കണ്ടില്ലേ എന്തൊരു പ്രകാശ. ഓടാ. നീ കുറച്ചു ദിവസം പൊള്ളാച്ചി പോയി നിൽക്ക്. ഒരു ടൂർ ഉണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം. നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവൻ വരും. നീ അവന്റെ ഒപ്പം ഇറങ്ങി തന്നാ മതി. പുറകിൽ ഞാനും ഉണ്ടാവും. ഭയപ്പെടാനൊന്നുമില്ല. അവനാള് കുഴപ്പക്കാരനല്ല. നിന്റെ അച്ഛനെങ്ങാനും നമ്മളെ തിരക്കി ഇവിടെ വരുന്നതിലും നല്ലത് ഒന്ന് അവിടം വരെ പോകുന്നതല്ലേ. കുട്ടന്നായർ എഴുതി വരുത്തിക്കാന്ന് വെച്ചാ ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല. ഒളിഞ്ഞിക്കോ. കുഞ്ഞകത്തു വല്ല പണിയെടുത്തോളൂ. ഇത് ഞാൻ തൊഴുത്തി കൊണ്ടുവന്നിടാം. ആരുമില്ലാത്ത നേരത്താ നിന്റെ അണ്ണം വന്നത്. വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേൾക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത്. നീ ആണെങ്കിൽ അത് എന്നോടിട്ട് പറഞ്ഞതുമില്ല. പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു.
ഇപ്പഴേതാ പൊള്ളാച്ചിക്ക് ബസ്? നീ എപ്പോഴാ വരിക? ഞാൻ പോനാ അമ്മാക്ക് കഷ്ടമാ ഇരിക്കൂല്ലേ? അത് സാരമില്ല, നിനക്ക് പോണ്ടേ? പൊയ്ക്കോ, അണ്ണം വന്നതല്ലേ. നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം കാണും. ഇത് വെച്ചോളൂ, ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ. നിന്റെ അണ്ണന് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ. നിന്റെ മുഖം കണ്ടിട്ട് നിനക്കവിടെ ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണെ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ ബാഗ് ഇങ്ങനെ പേടിക്കണ്ട, മുന്നിൽ നടന്നോ, ഞാൻ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. വേഗം നടക്ക്. തന്നോട് ആരുടെ കോപ്പി ഇതിലെ പോകാൻ പറഞ്ഞത്? ഞാൻ അവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ വരാൻ പറഞ്ഞ ഇടവഴിയിൽ പരിചയമുള്ള 1-2 ആളെ കണ്ടു. ഇനിയിപ്പേ ഈ സഹോദര ബന്ധം ഇതോടെ മറന്നേക്കണം. രഹസ്യമാണെന്നും വിചാരിക്കണ്ട, പരസ്യം തന്നെ. താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല. പോ. ശരി. അണ്ണൻ എപ്പടി? പാത്താ കാലം മാതിരി ഇരിക്ക്. സാരമില്ല, സമാധാനപരമായ കുടുംബജീവിതത്തിലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇനിയിപ്പോ എങ്ങോട്ടാ? നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ? അച്ഛൻ ഇത്ര വേഗം നമ്മളെ ഈ പൊള്ളാച്ചി കൊണ്ടിടുമെന്ന് ഞാൻ കരുതിയില്ല. ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന ഇതാ. നാം എപ്പോ വെളിയിൽ പോവാം? ഇനി ആർക്ക് വെളിയിൽ പോണം? നാളെ രാവിലെ അച്ഛന് ഈ ചാമ്പൽപ്പര തുറക്കും. അതുവരെ ഇവിടെ വിയർപ്പ് തുള്ളികൾ ഒഴുക്കി നഷ്ടപ്പെട്ടു പോയ ശാന്തി മുഹൂർത്തം നമ്മൾ വീണ്ടെടുക്കും. ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എന്നാ മനസ്സിലാകുന്ന ഭാഷയില് ഞാൻ ഇത്തിരി ആംഗ്യം കാണിക്കാം. അണ്ണൻ വന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. പറമ്പിൽ കിളയ്ക്കാതെ ഇതിനകത്തിരുന്നെങ്കിൽ ആ അണ്ണനെ ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇനി കുറച്ചു കാലം ഈ കൃഷി ഒന്ന് നിർത്തണം. അമ്മാവൻ എന്താ ഉറങ്ങിയില്ലേ? അനന്തരവനും ഉറക്കം വരുന്നില്ല അല്ലേ? ഗോപികൃഷ്ണനും ഉറങ്ങിയിട്ടില്ല. ഒരുത്തൻ 2 ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട്. അവന്റെ കാര്യം എന്താണാവും? கவுண்டர் ஐயாவுக்கு இப்ப வலி எப்படி இருக்கீங்க? 1 மணி நேரத்துக்கு ஒரு தடவை எண்ணெய் தடவணும், 10 நிமிஷத்துக்கு ஒரு தடவை வெந்நீர் ஒத்தடம் கொடுக்கணும்னு வைத்தியர் சொல்லியிருக்காரு. அவங்களுக்கு தவறி விழுந்தது கூட பெருசா வலி தெரியல. நம்ம பொண்ணு பவளத்தை பார்க்க முடியலையேங்கிற மனவலி தான் அதிகமா இருக்கு. അങ്ങനെ നോക്കുമ്പോ ഈ വീഴ്ച ഒരു അനുഗ്രഹമാണെന്ന് കരുതിയാ മതി. പോവാന് നന്നായി. നായരെ, என்னையா சொல்ற? பொண்ணும் மாப்பிள்ளையும் எப்பவும் டூர்ல இருக்கிறதாக பவளம் லெட்டர் எழுதியிருக்கு. அவங்க ஊர்ல இல்லாத டைம்ல நீங்க அங்க போனா நல்லா இருக்கான்னு சொன்னேன். அதுவும் சரிதான் ஐயா. கருப்பையா ஐயா, நீதான் அந்த ஊர் பக்கம்லாம் போறிய, அம்மா கிட்ட அட்ரஸ் வாங்கிட்டு போய் நம்ம பவளத்தையும் மாப்பிளையும் ஒரு பார்வை பார்த்துட்டு வா. சரிங்க. ஏங்க, நம்ம தோட்டத்து மாம்பழம்னா பவளத்துக்கு ரொம்ப பிடிக்கும். ஒரு கூட அனுப்பட்டுமா? ஒரு கூட என்னடி, 4 கூட கொடுத்து அனுப்பு. கருப்பையா, பாப்பா கிட்ட சொல்லு, அப்பாவும் அம்மாவும் கூடிய சீக்கிரம் வந்து பாக்குறோன்னு. என்ன? சரிங்க. இந்த புது அவதாரம் யாரு? கருப்பையா யாரு? அவரு நம்ம லாரி மாமா. ലോറി മാമനോ? അയാളാണോ ഈ ലോറി കണ്ടുപിടിച്ചത്? ஐயோ அது இல்ல, லாரி மாமா நம்ம சொந்தக்காரரு. அவர்தான் எங்க லாரியை ஓட்டிக்கிட்டு இருக்காரு. அப்பா என்ன பறஞ்சாலும் அங்கனையே செய்யும். ആ മാമനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്താ മോളെ ഒരു പണി? மாமா எங்க? ഞാനേ ഒരു സാധനം തരാം, വേണ്ടാന്ന് പറയരുത്. സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാതായി വിറയ്ക്കുന്നത്. എനിക്ക് വലിപ്പച്ചെറുപ്പമില്ല, സ്നേഹം തോന്നിയ ഒട്ടുമില്ല. എന്നാ ലോറി മാമ, ലോറി മാമ, ലോറി മാമ, ലോറി മാമ. யாரா அவன் என்ன இவ்வளவு அன்பா கூப்பிடுறது? மாமா, நான் தான் ஹரி. மாப்பிள, நான் இங்க இருக்கேன்டா. மாமா, மாப்பிள,
അയ്യോ ലോറി മാമന് ഫുൾ ടാങ്ക് ആവാൻ ഇനി എത്ര കൂടി വേണം? லாரி பாம்பே போகணும் ஓ. அதனால இது போதும் കട്ട പോക അപ്പൊ പവളം വീട്ടിലെ ഇല്ല ഇല്ല. പവിഴം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക. എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല. അതല്ലേ ഞാൻ പോവാത്തത്. സാപ്പിടുക നല്ല നല്ല. പവിഴം, നിന്റെ ലോറി മാമനെ കണ്ടു. വയറ് നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ഞാൻ അയാളെ ബോംബെക്ക് അയച്ചു. ലോഡ് ബോംബെക്കായിരുന്നു. ദൈവം നമ്മുടെ കൂടെയാ. എന്റെ ട്രാൻസ്ഫർ ശരിയാവുന്നവരെ നമ്മുടെ സത്യം ആരും അറിയാൻ പോകുന്നില്ല. കുടിച്ച സാരായം വയറ്റിൽ വന്ന ഉടനെ ലോറി മാമ ബമ്പായിക്കൊണ്ടും പോകലേ, നേരെ ഇങ്ങോട്ട് താൻ വന്നു. ഇങ്ങോട്ടോ? ആ, അവരിങ്ങ വந்தாரு. എന്നെയും കണ്ടാரு, അതുக்கு മുന്നേ ഉங்க അമ്മാவையும் കണ്ടാரு. மாமா அம்மையோடனும் பறஞ்சில்ல. என் கையை பிடிச்சாரு, கொஞ்ச நேரம் கரைஞ்சாரு, அப்புறம் போயிட்டாரு. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പനി വരാൻ? വല്ലതും കണ്ട് പേടിച്ചോ മോനെ? കാലാവസ്ഥ മാറിയതുകൊണ്ടാ. അതിനിവിടെ അടുത്ത കാലത്ത് കാലാവസ്ഥയൊന്നും മാറിയില്ലല്ലോ. ആ, ഞാനത് പറയാൻ മറന്നുപോയി. ആ പവിഴത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു. ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു. അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം അവക്ക് എന്തോ ഒരു മന്ദതയുണ്ട്. അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. തൊലി വെളുത്തിട്ടാണെന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ലടാ. ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും. അയ്യോ, നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ. മാമ, എന്തേ? അവരെ പന്നി പിടിച്ചു. ആരെ? അവരെ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു. എന്താ? ഹരിക്ക് നല്ല പനി. ഇവനെ പന്നി പിടിച്ചെന്നല്ലേ പവിഴം വന്ന് പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നത് നല്ലതാ. ഇതൊരു സാധാരണ പനിയല്ലേ, സാരമില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ? പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ? ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ? കൃഷ്ണ, ഗോവിന്ദ, നാരായണ, ഗുരുവായൂരപ്പ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പവിഴ എന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസമായി. എന്താടാ നിന്റെ വിളി കേട്ടാ ഞാൻ വന്നത്? നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കിടന്നോ. നല്ലപോലെ വേർത്തിട്ടുണ്ട്. നന്നായി. പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ. പവിഴോ, ഒരു കുടം വെള്ളം ആ വാഴക്കന്നിന് നനയ്ക്കണം. എന്താ വാഴയ്ക്ക്? ഒരു ചിന്ന വാഴക്കുട്ടിയില്ലേ അങ്കെ, പുതിയത്. അതുക്ക് തണ്ണി വിട്, കുടിക്കട്ടെ.
പവിഴം പവിഴം എന്റെ ദൈവമേ, മോളെ പവിഴോ, മോളെ നിനക്ക് എന്ത് പറ്റി മോളെ? മോളെ നിനക്ക് എന്ത് പറ്റി? എന്റെ അമ്പലത്തറ ദേവി, ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തലചുറ്റി വീഴുന്നത്. എന്താ മോളെ? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ആളാരാന്ന് ചോദിച്ചോ? അവള് കൊന്നാലും പറയില്ല. ശരിക്കും കൊന്നുകൊടുത്താ പറയോ? ദേ, അറം പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ. നെല്ലും പതിരും വേർതിരിക്കാൻ എനിക്കറിയാം. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാനുമതി. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. എന്താ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവരടാ മോളെ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാൽ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വാടാ. എടാ, നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല ചത്തു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? ആരാ? എടാ, സത്യം പറയാൻ. പെട്ടിട്ടോട്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ലേ തള്ള. സത്യം പറയടാ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. എടാ, എടാ, കുറുക്കന്റെ മോനെ. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ? ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം.